ഇന്ന് വായനാ ദിനം. പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് ആകർഷിക്കുന്നതിന് കളിമുറ്റവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുമെല്ലാം കോർത്തിണക്കി പണിതീർത്ത തൃശൂർ ചന്ദ്രാപിന്നിയിലെ പുസ്തകപുര ഗ്രന്ഥശാല ശ്രദ്ധേയമാകുന്നു. ഒരു നാടിനെ മുഴുവൻ അക്ഷരങ്ങളുടെ ലോകത്ത് ചേർത്ത് പിടിക്കുകയാണ് ചന്ദ്രാപിന്നി കണ്ണനാംകുളം ക്ഷേത്രത്തിനടുത്ത് ആരംഭിച്ച പുസ്തകപുര. UAE കലാ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവും ഡോക്ടർ അംബേദ്കർ എക്സലൻസി നാഷണൽ അവാർഡ് ജേതാവും ചന്ദ്രാപിന്നി കണ്ണനാംകുളം സ്വദേശിയുമായ സുഭാഷ് ദാസാണ് വായനശാലയുടെ അമരക്കാരൻ. പഠന കാലഘട്ടം മുതൽ പുസ്തകങ്ങളെ പ്രണയിച്ചിരുന്ന സുഭാഷിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു നാടിനായി ഒരു വായനശാല സ്വന്തമായി പണികഴിപ്പിക്കണമെന്നത്. വർഷങ്ങൾക്ക് ശേഷം ആ ആഗ്രഹം നിറവേറിയതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് ഈ പ്രവാസി. നാടിൻ്റെ നഷ്ടപ്പെട്ട പഴയ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനശാലയ്ക്ക് തുടക്കമിട്ടതെന്ന് സുഭാഷ് ദാസ് പറയുന്നു. ഇവിടെ ഒരു ലൈബ്രറി വേണമെന്നുള്ളത് വളരെ കാലമായിട്ട് ഈ ഭാഗത്തുള്ള കുറച്ച് പുസ്തക വായനയിൽ താല്പര്യമുള്ളവർ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. മറ്റൊരു ക്ലബ്ബുമായി സഹകരിച്ച് അത് നടത്തിക്കൊണ്ടു പോകാനാണ് ആദ്യം തീരുമാനിച്ചത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പ്രവാസി അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി സ്വന്തമായ ഒരു സ്ഥലം എടുക്കുകയും അവിടെ ഒരു കെട്ടിടം പണിത് അതിൽ ഒരു 1200ഓളം പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഇംഗ്ലീഷായാലും മലയാളമായാലും അതിൽ യാത്രാവിവരണമുണ്ട്, കഥകളുണ്ട്, കവിതകളുണ്ട്, നോവലുണ്ട്. വായനശാലയ്ക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ആദ്യ കടമ്പ. വീടിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ 10 സെന്റ് സ്ഥലം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സുഭാഷ് സ്വന്തമാക്കി. സ്വന്തം പ്ലാനിനനുസരിച്ച് 1300 ചതുരശ്ര അടിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം പണിയും മാസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹം പൂർത്തിയാക്കി. ഇക്കഴിഞ്ഞ മെയ് 19 വായനശാല കവി ആലങ്കോട് ലീലാകൃഷ്ണനും സംവിധായകൻ പ്രിയാനന്ദനും ചേർന്ന് നാടിന് സമർപ്പിക്കുകയും ചെയ്തു. വായനശാലയിലേക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ എത്തിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം. ഡിജിറ്റൽ യുഗത്തിൽ കളികളിലൂടെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കുട്ടികളെ ആകർഷിക്കുകയാണ് അതിനുള്ള മാർഗമെന്ന് തിരിച്ചറിഞ്ഞതോടെ കുറച്ച് കളി ഉപകരണങ്ങൾ വാങ്ങി. വേനലവധിയിൽ കുട്ടികൾക്കൊപ്പം അവർ പുസ്തകങ്ങളെയും കൂട്ടുകാരാക്കി. കണ്ടും കേട്ടും അറിഞ്ഞ മുതിർന്നവരും വായനശാലയുടെ ഭാഗമായി മാറി. പുസ്തകങ്ങളുടെ എണ്ണവും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 1500-ലധികമായി. അവിടെയും തീർന്നില്ല. അവധി ദിവസങ്ങളിൽ പുസ്തക ചർച്ചയും സംവാദവും സെമിനാറുകളുമൊക്കെയായി പുസ്തകപുര ഇപ്പോൾ സജീവമായി കഴിഞ്ഞു. പുതിയതിനൊന്നും നമ്മൾ തള്ളിക്കളയല്ല, പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പഴയ മൂല്യങ്ങൾ അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ആശ എപ്പോഴൊക്കെയോ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരു കാലത്ത് ഇവിടെ തന്നെ ഈ മുന്നിലുള്ള ക്ലബിൽ ഒരു വായനശാലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ അന്നൊന്നും നടന്നു പോയിട്ടില്ല. അന്നേ മനസ്സിൽ കിടക്കുന്ന ഒരു ആശയമാണ് നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു വായനശാല വരികയും എല്ലാവർക്കും ഒന്നിച്ച് ഇരിക്കാവുന്ന ഒരിടം. അതുപോലെ തന്നെ കുട്ടികൾക്ക് വന്നിരിക്കാം. കുട്ടികളുടെ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ ഇടങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് വന്നിരിക്കാനും കളിക്കാനും വായിക്കാനും വായന എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം അവരിലേക്ക് എത്തിക്കുക. ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു പുസ്തകം എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത് നീ ഇന്നു മുതൽ വായിക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവനത് കഴിഞ്ഞെന്ന് വരില്ലേ. അപ്പോൾ അവൻ്റെ രീതിയിലേക്ക് ആണ് ട്രോപ്പിക്കൽ എജുഹബിൻ്റെ ഈ പുസ്തകപുര നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അവർക്ക് വേണ്ടി അവരുടെ മാധ്യമങ്ങളിലൂടെ ടാബായിട്ടും അതേപോലെ തന്നെ കിൻഡലായിട്ടും. പുസ്തകപുര സ്ഥിതി ചെയ്യുന്ന ട്രോപ്പിക്കൽ എഡ്യു ഹബിൽ 150ഓളം പേർക്ക് ഇരിക്കാവുന്ന ഹാളും ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. മുഴുവൻ സമയ പ്രവർത്തനങ്ങൾക്ക് സേവന തൽപരരായ ഭരണസമിതിയും ഒപ്പമുണ്ട്.